നമ്മൾ ഇന്നലെ യൂണിറ്റ് 2 വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മുടെ യൂണിറ്റ് 3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് ആണ്. അപ്പം ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്, അതായത് നമ്മുടെ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഈ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ റിയൽ വേൾഡ് കൺസെപ്റ്റുകൾ നമുക്ക് ഈ നമ്മുടെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ആദ്യം ക്ലാസിഫിക്കേഷൻ എന്താണെന്നും, അതായത് നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതാണ് ഇവിടെ ക്ലാസ്സും ഇത് കണ്ടോ, നെയിം ഓഫ് ദി ക്ലാസ്, ബസ് അതിന്റെ ആട്രിബ്യൂട്ടുകളായിട്ട് കോസ്റ്റ് വരും, കളർ വരും, മോഡൽ വരും, പിന്നെ അതിന്റെ സർവീസ് മെയിൻ്റെനൻസ് വരും. അങ്ങനെ പല രീതിക്ക് നമുക്ക് എന്താ ക്ലാസ് വരും. അതായത് ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനകത്ത് എന്തായിരിക്കും പല ആട്രിബ്യൂട്ടുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അതിനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഒബ്ജക്റ്റുകളൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ ആദ്യം ഇൻട്രോ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതുണ്ട് ഇവിടെ ക്ലാസ്സിനകത്ത് ആദ്യം അതിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. A class is a set of objects that share a common definition described by data and methods. അല്ലെ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് എന്താണ് ഒബ്ജക്റ്റ് ആയിരിക്കും ക്ലാസ് വരുന്നത്. അതായത് കുറെ ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയാ ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഈ C++നകത്തെ മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതായത് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ അല്ലെ പബ്ലിക് ആയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെയുള്ളതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്, ഒരു ക്ലാസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൊട്ട് മുന്നേ കണ്ട ഒരു ക്ലാസ്സിനകത്ത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വരാം. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെന്ന് വരുന്നത്, അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുണ്ട് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, ക്ലാസ് ഹാസ് എ ക്ലാസ് നെയിം, പിന്നെന്താണ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് മീൻസ് എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങിന്റെ ബേസിൽ വരുമ്പോൾ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡേറ്റ മെമ്പേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ തൊട്ട് മുന്നേ ആ ബസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അത് തന്നിട്ടില്ലായിരുന്നോ, ബസ്സിനകത്ത് എന്തൊക്കെയാ ക്ലാസിഫിക്കേഷൻ അവര് അതിന്റെ സർവീസ് അല്ല ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുത്തിരുന്ന, ബസ്സിന്റെ കോസ്റ്റ് ഉണ്ട്, കളർ ഉണ്ട്, മോഡൽ അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പം അതെന്ന് പറയുന്നതിന് എന്തായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ ബസ് എന്ന് പറയുന്ന ക്ലാസിന്റെ മെമ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ സെറ്റ് ഓഫ് ആക്ഷൻസ് ഓർ സർവീസ്. ആക്ഷൻസ് ഓർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ക്ലാസ് ആയി, ആ ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് ആയി, ഇനി എന്താണ് അവിടെ ഒരു പർട്ടിക്കുലർ ആക്ഷൻസ് അല്ലെ ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ഷൻസ് ഓർ സർവീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്ന ഒരു ക്ലാസ്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് ക്ലാസ്സിന് എന്താണ്ടായിരിക്കും, അതിനൊരു പർട്ടിക്കുലർ നെയിം ഉണ്ടായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തായിരിക്കും അതിനകത്ത് വരുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വരും. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, ഡേറ്റ മെമ്പേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമുക്ക് ക്ലാസ് ആയി, അതിന്റെ ആട്രിബ്യൂട്ടുകളായി, പിന്നെ എന്തായിരിക്കും അതിന്റെ സർവീസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ഫങ്ഷൻസ് ഓർ മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെ ഫങ്ഷൻ മെമ്പേഴ്സ് ഓർ മെത്തേഡ്സ് ആയിരിക്കും പിന്നെ അതിനകത്ത് വരിക. അപ്പം ഇതാണ്ട് ഇവിടെ ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട് കണ്ടോ, ക്ലാസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ള ഒരു സിൻടാക്സ് കാണിച്ചിരിക്കുക. അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ, ക്ലാസ്. പിന്നെ എന്താണ് അതിന് നമ്മളൊരു നെയിം കൊടുക്കും, അതാണ് ക്ലാസ് നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രേസിനുള്ളിലായിരിക്കും നമ്മൾ നമ്മുടെ മെത്തേഡുകൾ അല്ലെ നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലോസ് എൻഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും, സെമി കോളൻ വെച്ചിട്ടായിരിക്കും.
പിന്നെ അതിനകത്ത് കണ്ടോ പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു കാര്യം ഈ പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ എന്താ C++ എന്ന് പറഞ്ഞ സെക്യൂർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മെമ്പേഴ്സിനെ അല്ലെ ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും, പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ അവർ ആ സിൻടാക്സിനകത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ പ്രൈവറ്റ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് കൊടുക്കുക, എന്നിട്ട് എന്താണ് കോളൻ കൊടുക്കുക, പിന്നെ നമ്മുടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക, ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുക. ഇനി നമ്മൾ കൊടുക്കുന്ന പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് കോളൻ വേരിയബിൾ ഡിക്ലറേഷൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് കോളൻ വേരിയബിൾ ഡിക്ലറേഷൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, എൻഡ് വിത്ത് എന്താണ് സെമി കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. ഇതാണ് ക്ലാസിന്റെ സിൻടാക്സ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ സിൻടാക്സ് എപ്പോഴും ഓർത്ത് വെച്ചാണ്. ഇനി നെക്സ്റ്റ് ഇപ്പൊ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിരിക്കുവാണ്. ഇത് കണ്ടോ, അവരൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതായത് ആ തന്നിരിക്കുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു സിൻടാക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ക്ലാസ്സിന് എന്താ അവർ കൊടുത്തിരിക്കുന്ന പേര്? എംപ്ലോയി. അതായത് നമ്മൾ ക്ലാസ് നെയിം എന്ന് കണ്ടില്ലേ, അപ്പൊ ആ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന പേരാണ് എംപ്ലോയി എന്ന്. അപ്പം അതിനുള്ളിലേക്ക് നമുക്ക് വേണ്ട എന്തിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നമുക്ക് വേണ്ട വേരിയബിൾസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പബ്ലിക് എന്നോ പ്രൈവറ്റ് എന്നോ പ്രൊട്ടക്റ്റഡ് എന്നോ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടായിരിക്കും നിൽക്കുക? അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ തന്നെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഇതിനകത്ത് എടുക്കുക. അപ്പം ഇന്റ് ID കൊടുത്തു, ക്യാർ നെയിം കൊടുത്തു, പിന്നെന്താണ് ക്യാർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ 3 വേരിയബിൾസിനെ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു? 2 ഫങ്ഷൻസ്. അതായത് ഈ മേളിൽ എംപ്ലോയി എന്ന് പറയുന്ന ആ ക്ലാസ്സിലേക്ക് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസുകൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്തൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? ആ എംപ്ലോയിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ ID വേണം, അയാളുടെ നെയിം വേണം, അയാളുടെ ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പൊ ആ ഡീറ്റെയിൽസ്, അതിന് വേണ്ട ആ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ട വേരിയബിൾസ് ഞാൻ ആദ്യമേ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തിലേക്ക് വന്നത്? ആ വേരിയബിൾസ് വാങ്ങിക്കാനുള്ള ഫംഗ്ഷനിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ എന്തായിട്ടാ കൊടുക്കുന്നത്? പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ആയിട്ട് എന്താ കൊടുത്തത്? വോയിഡ് ഗെറ്റ് ഡേറ്റ എന്നിട്ട് ഓപ്പൺ ബ്രേസിനുള്ള. അപ്പൊ ഈ വോയിഡ് ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ വോയിഡ് ഗെറ്റ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? സി ഔട്ടിനകത്ത് എന്റർ എംപ്ലോയി ID, പിന്നെ സീനിനകത്ത് ID റീഡ് ചെയ്തു, സി ഔട്ടിനകത്ത് നെയിം കൊടുത്തു, സീനിനകത്ത് നെയിം റീഡ് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോന്നും മേടിച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഡേറ്റ ഗെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഗെറ്റ് ഡേറ്റയ്ക്കകത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷന് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വോയിഡ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഫംഗ്ഷനകത്ത് എന്തിന് കൊടുക്കാൻ പറ്റും? നമുക്ക് ഈ ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. അപ്പൊ വോയിഡ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ, അതിനകത്ത് സി ഔട്ട് എംപ്ലോയി ID ഈസ് ഈക്വൽ ടു അതിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾ കൊടുക്കുക, നെയിം അതിന്റെ വേരിയബിൾ, എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ വേരിയബിൾ കൊടുക്കുക, ക്ലോസ് ചെയ്യുക, ക്ലോസിംഗ് വിത്ത് സെമിക്കോളൻ. അപ്പൊ ഈ ലാസ്റ്റ് കിടക്കുന്ന ക്ലോസ് വിത്ത് സെമിക്കോളൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിന്റെ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ക്ലാസ്സിനുള്ളിലാണ്. അതായത് നമ്മൾ അതൊരു സിൻടാക്സ് കണ്ടു. അപ്പൊ ക്ലാസ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്യുന്ന എന്താണ്? സെമിക്കോളൻ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ക്ലാസ്സിനുള്ളിലാണ് ഈ കിടക്കുന്ന ഡീറ്റെയിലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്റ്റോർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാം എൻഡ് ചെയ്തതിന് ശേഷം ആ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിൽ തന്നെ എന്താണ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻക്യാപ്സുലേഷൻ എന്താ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അതായത് റാപ്പിംഗ് അപ്പ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻടു എ സിംഗിൾ യൂണിറ്റ് ഈസ് നോൺ ആസ് എൻക്യാപ്സുലേഷൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇത്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാപ്പിംഗ് അപ്പ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻടു എ സിംഗിൾ യൂണിറ്റ് ഈസ് നോൺ ആസ് എൻക്യാപ്സുലേഷൻ. അതായത് നമ്മുടെ തൊട്ട് മുന്നേ കണ്ട എക്സാമ്പിളിനകത്ത് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എന്താണ്? കുറെ കാര്യങ്ങൾ, കുറെ ഡേറ്റാസും ഫംഗ്ഷൻസും നമ്മൾ കൊടുത്തിരിക്കുക. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന സിംഗിൾ യൂണിറ്റിലേക്ക് ഡേറ്റാസിനെ ഫംഗ്ഷനെ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എൻക്യാപ്സുലേഷന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റാനെ ഹൈഡ് ചെയ്യാനും അതിനെ സെക്യൂർ ആക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആക്സസബിലിറ്റി റൂൾസ് ആണ്. ആക്സസബിലിറ്റി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടു പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ നമ്മൾ കണ്ടു. ആ സിൻടാക്സിനകത്ത് കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സസ് സ്പെസിഫയർ, ഇതേണ്ടി കിടക്കുന്ന പബ്ലിക്. അപ്പം ഇതിനെ പറ്റി ഇതെന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആക്സസബിലിറ്റി റൂൾസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇപ്പം ആക്സസബിലിറ്റി റൂൾസ് അല്ലെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ പറയുക കേട്ടോ. അതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ കുറച്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആക്സസ് സ്പെസിഫയേഴ്സ് ഓർ ആക്സസ് മോഡിഫയേഴ്സ് ആർ കീവേഡ്സ് ദാറ്റ് ഡിഫൈൻ ഇതർ വിസിബിലിറ്റി ഓർ ആക്സസബിലിറ്റി ഓഫ് ക്ലാസ് മെമ്പേഴ്സ് ഇൻ എ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മൾ ക്ലാസ്സിനകത്ത് കുറച്ച് മെമ്പേഴ്സിനെ ഫങ്ഷൻസിനെയും നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആക്സസബിലിറ്റി, അതിനെ ആക്സസ് ചെയ്യേണ്ട എവിടെയാണ്, നമ്മുടെ മെയിൻ ഫംഗ്ഷനിലാണ്. അപ്പൊ ആ മെയിൻ ഫംഗ്ഷനിലേക്കുള്ള അതിന്റെ ആക്സസബിലിറ്റിനെ ആക്സസബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സസ് സ്പെസിഫയേഴ്സ് ആർ കീവേഡ്സ് ദാറ്റ് ഡിഫൈൻ ഇത് വിസിബിലിറ്റി ഓർ ആക്സസബിലിറ്റി ഓഫ് എ ക്ലാസ് മെമ്പേഴ്സ്. ക്ലാസ് മെമ്പേഴ്സ് മീൻസ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം. അപ്പൊ അതാണ് ആക്സസ് സ്പെസിഫയർ. അപ്പൊ നമുക്ക് ഏതൊക്കെ ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് വരുന്നത്, നമുക്ക് 3 ആക്സസ് സ്പെസിഫയർ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പൊ ഈ പബ്ലിക്കിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നുണ്ടോ. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെമ്പേഴ്സ് ആർ ആക്സസബിൾ ഫ്രം എനിവെയർ ഇൻ ദി പ്രോഗ്രാം. അതായത് പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന മെമ്പേഴ്സിനെ നമുക്ക് പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ്, പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുക എന്ന് വിചാരിക്കുക. അതായത് മെമ്പർ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ, ഇതാണ്ട് ഇവിടെ ഈ പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ എക്സാമ്പിളിനകത്ത് കണ്ടോ, പബ്ലിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സിനെ ഈ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം ഞാൻ ഇത് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് മാത്രമേ എന്തുള്ളൂ, അതിന്റെ ആക്സസബിലിറ്റി ഉള്ളൂ. അതായത് ക്ലാസ് എംപ്ലോയിക്ക് മാത്രമേ എന്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, ഈ പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതേസമയം എനിക്ക് ഇവിടെ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സ്പെസിഫയേഴ്സിനെ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഈ ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് വരും. അതായത് നമ്മൾ ഇൻഹെറിറ്റൻസിനെ പഠിച്ചായിരുന്നു. ഓൾറെഡി ഉള്ള ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം അക്വയർ ചെയ്തിട്ട് പുതിയൊരു ക്ലാസ് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ആ ക്ലാസ്സിനകത്ത് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ ഓൾറെഡി ഉള്ള ക്ലാസ്സിന്റെ ഫീച്ചേഴ്സും അതിന് കിട്ടുന്നുണ്ട്. അപ്പം ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കും. ഇപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസിന് മാത്രമേ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന സ്പെസിഫയറിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെമ്പേഴ്സ് ആർ ആക്സസബിൾ വിതിൻ ദി സെയിം ക്ലാസ് ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ചൈൽഡ് ക്ലാസ്സസ്. കണ്ടോ, അതായത് ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ് ജനറേറ്റ് ചെയ്യുവാണ്. അവിടെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഈ സ്പെസിഫയർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആക്സസ് സ്പെസിഫയർ. അപ്പൊ ഇതൊക്കെ ഞാൻ പ്രോഗ്രാമിനകത്ത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ് ചെയ്ത് കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുവേ. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിനകത്തും പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രോഗ്രാമും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ പറ്റിയും കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇപ്പൊ ഇവിടെ ആണെങ്കിലും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിളിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകണമെന്നുണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ള അറിഞ്ഞെങ്കില് ഒബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ.
അപ്പം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്ലാസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മാത്രമേ കണ്ടുള്ളൂ. ഒരു ക്ലാസ്സിനെ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം അതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതായത് ഒരു ക്ലാസ് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുമോ? ഇത് ഞാനിപ്പോ ഇവിടെ ഇതേണ്ടേ, ഞാനിപ്പോ ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് പോവാം. ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. ഇതെടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. include iostream .h #include Ponyo.h. പിന്നെന്താണ്, നമ്മൾ ക്ലാസ് കൺസെപ്റ്റ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ക്ലാസ് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യമേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ക്ലാസ് ഇപ്പൊ ക്ലാസ്സിന്റെ നമ്മൾ സിൻടാക്സ് കണ്ട എങ്ങനെയായിരുന്നു? ക്ലാസിന്റെ നെയിം, പിന്നെ എന്തായിരുന്നു അതിനകത്തുള്ള മെമ്പേഴ്സ്, ആ ഒരു രീതിക്കായിരുന്നു നമ്മൾ അതിന്റെ സിൻടാക്സ് കണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ നമുക്കിപ്പോ എന്താ എംപ്ലോയി എന്ന് തന്നെ കൊടുക്കാം. എന്റർ അടിച്ചു, ഓപ്പൺ ബ്രേസ് കൊടുത്തു. അതിനുള്ളില് എന്താ നമുക്ക് പബ്ലിക് ആയിട്ട് അപ്പൊ പബ്ലിക് ശ്രദ്ധിച്ചോണം, എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം വരുന്നത് കേട്ടോ. നമ്മുടെ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പൊ പബ്ലിക് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം? കോളൻ കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കുക. ഐ ഡി അല്ലായിരുന്നു ആദ്യമേ, ഇന്റ്. അപ്പൊ ഐ ഡി വരുമ്പം ഇന്റ് ഐ ഡി കൊടുത്തു, സെമി കോളൻ കൊടുത്തു. പിന്നെ എന്തുണ്ടായിരുന്നു? ക്യാർ നെയിം ഉണ്ടായിരുന്നു. ഇപ്പൊ നെയിം അതിനൊരു സൈസും കൂടെ ഡിക്ലെയർ ചെയ്യുക. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അരേ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഞാൻ കൊടുത്തു. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ഇനി നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ആയി, അതായത് ആട്രിബ്യൂട്ട് ആയി എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്. അപ്പം ക്ലാസ് കീവേഡ് കൊടുക്കുക, അതിന്റെ പേര് കൊടുക്കുക. എംപ്ലോയി എന്നാണ് എന്റെ ക്ലാസ്സിന്റെ പേര്. അതിന്റെ ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്തൊക്കെ ആട്രിബ്യൂട്ടുകൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് കൂടുതൽ തരും, ഇന്ന ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എംപ്ലോയിന്നോ അല്ലെ സ്റ്റുഡന്റിന്നോ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റിനകത്ത് എന്തൊക്കെ ആട്രിബ്യൂട്ടുകൾ വരാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ സ്റ്റുഡന്റിന്റെ ഐ ഡി വരാം, നെയിം വരാം, ക്ലാസ് വരാം, അപ്പൊ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വരാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ഐ ഡി നെയിം മാത്രമാണ് കൊടുക്കുന്നത്. ഇനി എന്താ വരുന്നത്? അപ്പൊ ഇപ്പം നമ്മുടെ ആട്രിബ്യൂട്ട് ആയി. ഇനി എന്താണ്? നമുക്ക് ഫംഗ്ഷൻ വേണം. അപ്പം ഫംഗ്ഷൻ ഞാൻ കൊടുക്കുന്ന എന്താണ്? ബോയ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട്, അല്ലെ എന്താ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഗെറ്റ് ഡാറ്റ എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തു, എൻ്റർ അടിച്ചു. ഓപ്പൺ ബ്രേസിനുള്ളിൽ എന്ത് പറഞ്ഞു കൊടുക്കുക? ഓപ്പൺ ബ്രേസിനുള്ളിൽ സി ഔട്ടിനകത്ത് എന്താ ചെയ്യണ്ടേ? ഡാറ്റ ഗെറ്റ് ചെയ്യണം. ആദ്യമേ എന്ത് കൊടുക്കുക? എൻ്റർ EMB ID, എംപ്ലോയി ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സെമി കോളൻ. പിന്നെന്താണ്? സീന് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെന്താണ്? സി ഔട്ട് കൊടുക്കുക. അതിനകത്ത് എന്താ കൊടുക്കണ്ടേ? എൻ്റർ EMB നെയിം അത് കൊടുത്തു. സെമി കോളം വെച്ചിട്ട് എൻഡ് ചെയ്തു. സീനിനകത്ത് എന്ത് കൊടുക്കാം? നെയിം സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു.
ഇനി നമുക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കണ്ടതുപോലെ വോയിഡ് ഗെറ്റ് ഡേറ്റ ഉണ്ട്. അപ്പൊ ഡേറ്റ ഇപ്പൊ ഗെറ്റ് ചെയ്തു. അപ്പൊ ടെക്സ്റ്റിനകത്ത് അവർ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തന്നേ ഉള്ളൂ. വേണമെന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ടെക്സ്റ്റിനകത്ത് അങ്ങനെ ആയതുകൊണ്ട് വോയിഡ് എന്താണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ എനിക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ട് പോയി ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഡിസ്പ്ലേ ചെയ്യുമ്പം എനിക്ക് എന്താണ് സി ഔട്ടിനകത്ത് ഇപ്പം എനിക്കൊരു എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഹെഡിങ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എനിക്ക് നെക്സ്റ്റ് ലൈനിലല്ലേ വരേണ്ടത്. അപ്പം എൻഡെൽ എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ സി ഔട്ടിനകത്ത് എന്താണ് എനിക്ക് ആദ്യം വേണ്ട എന്താണ് എംപ്ലോയിയുടെ ഐ ഡി അല്ലേ. അപ്പൊ ഐ ഡി കോളൻ ഡബിൾ കോട്സ് ക്ലോസ്. അപ്പൊ ഐ ഡിയുടെ കറസ്പോണ്ടിങ് വേരിയബിൾ എന്താണ് ഐ ഡി ആണ്, അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻഡെല് കൊടുക്കുക. എൻഡെൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ ആണ് കേട്ടോ. ആ ലൈൻ അവിടെ എൻഡ് ചെയ്തു. ഇനി സി ഔട്ടിനകത്ത് ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണ് നെയിം ആണ്. നെയിം അവിടെ പറഞ്ഞു കൊടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് വേരിയബിള് എന്ത് തന്നെയാണ് നെയിം തന്നെയാണ്, അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്തപ്പോ എന്റെ എന്താണ് വോയിഡ് ഡിസ്പ്ലേ എന്നുള്ള എന്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. പിന്നെ എൻ്റർ അടിച്ചിട്ട് എന്തിനേയും കൂടെ ക്ലോസ് ചെയ്യണം, ക്ലാസ്സിനെയും കൂടെ ക്ലോസ് ചെയ്യണം. അതായത് ക്ലാസ് ക്ലോസ് ചെയ്ത് വിത്ത് എന്ത് കൊടുക്കുക, സെമി കോളൻ കൊടുക്കുക. സെമി കോളൻ വെച്ചിട്ട് ക്ലാസ് എൻഡ് ചെയ്തു. അപ്പം നോക്കിക്കേ, ഈ പ്രോഗ്രാമിനകത്ത് ഇത്രയും കൊടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാം അതിനകത്ത് ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടോ? വോയിഡ് മെയിൻ എന്നുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടില്ല. അതായത് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നടക്കുന്നത്? മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് നടക്കുന്നത്. അപ്പൊ ആ മെയിൻ ഫംഗ്ഷൻ ഇതിനകത്തുണ്ടോ? മെയിൻ ഫംഗ്ഷൻ ഇതിനകത്തില്ല. മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ നമ്മുടെ എന്ത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇത്ര ഒരു ക്ലാസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളത്, അല്ലെ ക്ലാസ്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? അതായത് ഒരു ക്ലാസ് ഇപ്പൊ എംപ്ലോയി അല്ലെ സ്റ്റുഡന്റ് എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ക്ലാസ് സ്റ്റുഡന്റ് കൊടുക്കുക. പബ്ലിക് ആയിട്ട് അതിനകത്തേക്ക് വേണ്ട ആട്രിബ്യൂട്ടുകളും അതിനകത്തേക്ക് വേണ്ട ഡേറ്റാസും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഫംഗ്ഷൻസിനെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആ ക്ലാസ് എൻഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒബ്ജക്റ്റിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് വെൻ ക്ലാസ് ഈസ് ഡിഫൈൻഡ് നോ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബട്ട് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഫോർ ഇറ്റ്സ് ഡേറ്റ മെമ്പേഴ്സ്. അതായത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കത്തുള്ളൂ. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി എന്റെ സിന്റാക്സ് തന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്ട് നെയിം. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മളിപ്പോ ചെയ്ത പ്രോഗ്രാം വെച്ചിട്ട് ക്ലാസ് നെയിം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയി. ആ ഒബ്ജക്ട് നെയിം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇതേണ്ട ക്ലാസ് നെയിം നമുക്ക് ഇതേണ്ട OBJ1 OBJ2 OBJ3 അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുവാണ്. എൻറ്റർ അടിച്ചു. വോയിഡ് മെയിനകത്ത് അതായത് നമ്മൾ ആദ്യമേ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് എന്താണെന്ന് കണ്ടേ, ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം. അപ്പൊ നമ്മുടെ ക്ലാസ് നെയിം മെയിലിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, എംപ്ലോയി. പിന്നെ എന്താണ് ഒബ്ജക്ട് നെയിം. അപ്പൊ ഞാൻ EMP എന്നാണ് ഒബ്ജക്റ്റ് നെയിം കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ.
ക്ലാസിന്റെ അതായത് ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ ഇത് കണ്ടോ, ക്ലാസ് എംപ്ലോയി എന്ന് എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, മൊത്തം ക്യാപിറ്റൽ ആണ്, ആദ്യം ക്യാപിറ്റൽ, അത് എങ്ങനെയാണോ നിങ്ങൾ ആ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ സെയിം നെയിം തന്നെ താഴെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നോർമൽ വേണ്ട നമ്മുടെ എന്ത് കൊടുക്കുക, CLR SCR എന്ന് പറയുന്ന ആ ഒരു ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ കൊടുക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പം ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ വേറൊരു ക്ലാസ്സിലാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ അതായത് ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലാണ് നമ്മുടെ ആട്രിബ്യൂട്ടുകളും ഫംഗ്ഷൻസും കിടക്കുന്നത്. അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യണം, ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, EMP എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ഡോട്ട് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മെസ്സേജ് പാസിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ക്ലാസ് എംപ്ലോയിക്കകത്ത് കിടക്കുന്ന ഡീറ്റെയിൽസിനെ എങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യുവാണ്, മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യുവാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റ് ഡോട്ട് എനിക്ക് ആദ്യം എന്താ വേണ്ടത്, ഡേറ്റ ഗെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ഗെറ്റ് ഡേറ്റ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പം ഒരു ക്ലാസ്സിൽ കിടക്കുന്ന ഡീറ്റെയിൽസിനെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് കൊടുക്കണം, EMP ഡോട്ട് ഗെറ്റ് ഡേറ്റ കൊടുത്തു കഴിയുമ്പോൾ എന്തുമാത്രം ആക്സസ് ചെയ്യത്തുള്ളൂ, ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ അവിടെ ആക്സസ് ചെയ്യത്തുള്ളൂ. അതിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ, പറ്റത്തില്ല. അപ്പൊ ഞാൻ എല്ലാം കൂടെ ചെയ്യണം, EMP ഡോട്ട് എന്താണ് നെക്സ്റ്റ് ഫംഗ്ഷൻ, ഡിസ്പ്ലേ ഫംഗ്ഷൻ, ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഫംഗ്ഷനെയും കൂടി ഇവിടെ കോൾ ചെയ്യണം. സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്തു. ഇനി എന്ത് കൊടുക്കുക, ഗെറ്റ് CH കൊടുക്കുക, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ പ്രോഗ്രാം ഞാൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ക്ലാസ് ആയി, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ അത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് പ്രോഗ്രാം കണ്ടോ, എന്റർ എംപ്ലോയി ID ഞാൻ 1 എന്ന് കൊടുത്തു, എന്റർ അടിച്ചു, എന്റർ എംപ്ലോയി നെയിം ഞാൻ അനു എന്ന് പറഞ്ഞു കൊടുത്തു, എന്റർ അടിച്ചു. കണ്ടോ, എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ID 1, നെയിം അനു. ഇത്രയേ ഉള്ളൂ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. ഇനി ഇപ്പം നിങ്ങൾ ആ ഡിസ്പ്ലേ ചെയ്ത് വന്ന കാര്യം കണ്ടു. ഞാൻ ഇതാണ്ട് ഇവിടെ ഈ ഒരു ലൈൻ, അതായത് EMP ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, ഈ പർട്ടിക്കുലർ ലൈൻ കണ്ടോ, ഈ ലൈൻ ഞാൻ അവിടെ കമന്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്താണ്, ആ ഒരു ലൈന് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആക്സസിബിലിറ്റി ഇല്ല. അപ്പൊ ഞാൻ ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, എംപ്ലോയി ID ഞാൻ 1 കൊടുത്തു, എംപ്ലോയി നെയിം ഞാൻ അനു എന്ന് തന്നെ കൊടുത്തു. റൺ ചെയ്തപ്പോ നോക്കിയേ, എന്തേലും അവിടെ സംഭവിച്ചോ, അത് ഡിസ്പ്ലേ ഫംഗ്ഷൻ, ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ പെർഫോം ചെയ്തോ, ഇല്ല. അതാണ് സംഭവം കേട്ടോ. അതായത് നമ്മളെ ഒബ്ജക്റ്റീവ് ഡോട്ട് നമുക്കുള്ള മെമ്പർ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തെങ്കിൽ മാത്രമേ, മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഇതിന്റെ എക്സിക്യൂഷൻ ഇവിടെ നടക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷെ എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം ഒരു ക്ലാസ്സിൽ കിടക്കുന്ന ആ ഫംഗ്ഷൻസിനെ നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ് ഡോട്ട് നമ്മുടെ ഓരോ എന്തിനേയും കോൾ ചെയ്യുക, ഫംഗ്ഷൻസിനെ നമ്മൾ കോൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ക്ലാസിന്റെ ഏറെക്കുറെ ഒരു ഐഡിയ വരുന്നത്. പിന്നെ ഓക്കെ, ഞാൻ ഇനി ഇതേണ്ട ഈ പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കണ്ടോ, ഈ പറഞ്ഞ ലൈനെ ഞാൻ കമന്റ് ചെയ്തിട്ടു. അപ്പൊ ഈ പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കീവേഡ് ഇപ്പൊ ഈ പ്രോഗ്രാമിനകത്ത് ഇല്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കണം. ഞാൻ Alt F9 കൊടുക്കും. Alt F9 കൊടുത്തപ്പോ കണ്ടോ, 2 എറേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, എംപ്ലോയി സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് ഡേറ്റ നോട്ട് ആക്സസബിൾ, എംപ്ലോയി സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഡിസ്പ്ലേ ഈസ് നോട്ട് ആക്സസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് വോയിഡ് മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനും ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ഫംഗ്ഷനും അല്ലേ.
അപ്പൊ എന്താണ് ആ തൊട്ട് മേലെ കിടക്കുന്ന ക്ലാസ്സിലാണ് എന്ത് കിടക്കുന്നത്, ഈ ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനും ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനും. അപ്പൊ അതിനെ എവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഈ വോയിഡ് മെയിൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ആക്സസിബിലിറ്റി, അതായത് ഞാൻ ആ പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാറ്റിയപ്പം അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറി, പ്രൈവറ്റ് ആയിട്ട് മാറി. അപ്പൊ ആ ക്ലാസ്സിൽ മാത്രമേ എന്തുള്ളൂ, അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് അല്ലെ നെക്സ്റ്റ് ഒരു ഫംഗ്ഷനിലേക്ക് എനിക്ക് ആക്സസിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഞാൻ എന്ത് സ്പെസിഫയർ യൂസ് ചെയ്യുക, പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയറിനെ യൂസ് ചെയ്യുക. അപ്പൊ മനസ്സിലായോ പബ്ലിക്കും പ്രൈവറ്റും ഒക്കെ എന്താണെന്നുള്ളത്? പ്രൊട്ടക്റ്റഡ് ഇനി നമുക്ക് ഇൻഹെറിറ്റൻസിന്റെ കേസ് വരുന്നുണ്ട്, അപ്പൊ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആ ഒരു പബ്ലിക്, അതായത് നിങ്ങൾ ഇനി മുന്നോട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേമാതിരി ഒരു എറർ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തോണം, നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല, ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിട്ടല്ല കൊടുത്തിരിക്കുന്നെങ്കിലും എന്ത് വരും, ഇതേമാതിരിയുള്ള എററുകൾ കാണിക്കും. അപ്പം ഈ പബ്ലിക് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ക്ലാസ്സിൽ എന്താ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നിൽക്കുന്ന ആ ഒരു ഡീറ്റെയിൽസിന് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് എന്ത് കിട്ടുള്ളൂ, ആക്സസിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് കമന്റ് ചെയ്തിട്ടേക്കുന്ന മാറ്റാം. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തോളും കേട്ടോ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കണ്ടപ്പം എന്താണ് ഈ പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എവിടാണ് കൊടുത്തിരുന്നത്, അതായത് ഇവിടെ അല്ലായിരുന്നു കൊടുത്തിരുന്നത്, എവിടായിരുന്നു കൊടുത്തിരുന്നത്, ഇവിടാണ് കൊടുത്തിരുന്നത് അല്ലേ. അതായത് നമുക്ക് വേണ്ട ആട്രിബ്യൂട്ടുകളെല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പബ്ലിക് കൊടുത്തിരുന്നത്. അതിനുള്ള റീസൺ എന്താ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ടുകൾ ഞാൻ എവിടെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ടോ, ഇല്ലല്ലോ. അതായത് മെയിൻ ഫംഗ്ഷനിൽ എനിക്ക് എന്തിനെ ആക്സസിബിലിറ്റി വേണ്ട, ഈ പറഞ്ഞ രണ്ട് ആട്രിബ്യൂട്ടിന്റെ ആക്സസിബിലിറ്റി അല്ലെ ഈ രണ്ട് വേരിയബിൾസ് എനിക്ക് ആക്സസ് ചെയ്യണ്ട, ഈ ക്ലാസ്സിന് മാത്രം ആക്സസ് ചെയ്താൽ മതി. അതുകൊണ്ട് എനിക്ക് അതിനെ എന്തായിട്ട് കൊടുത്താൽ മതി, പ്രൈവറ്റ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നീ പബ്ലിക് ആയിട്ട് കൊടുത്തു നോക്ക്, തെറ്റൊന്നുമില്ല. അതെങ്ങനെയാണേലും അത് നമ്മുടെ ഇഷ്ടം. എവിടെ ആക്സസിബിലിറ്റി നമുക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ആയിട്ട് കൊടുക്കണം. ഇനി അതല്ല ഇവിടെ മാത്രമേ അത് ആക്സസ് ചെയ്യേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ആയിട്ട് തന്നെ കൊടുത്താൽ മതി. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടത്. ഈ പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഗെറ്റ് ഡേറ്റയും ഡിസ്പ്ലേ ഫംഗ്ഷനും എനിക്ക് എവിടെ ആക്സസ് ചെയ്യേണ്ടതുണ്ട്, മെയിൻ ഫംഗ്ഷനിൽ എനിക്ക് അതിനെ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇവിടെ പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാവേ. കണ്ടോ, എന്റെ എംപ്ലോയി ID ഞാൻ 1 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അമ്മു എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, എംപ്ലോയി ഡീറ്റെയിൽസ് 1 2 നെയിം അമ്മു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന്. അപ്പം ഈ കിടക്കുന്ന ഈ ഒരു എംപ്ലോയി ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ലൈൻ എന്ന് പറയുന്ന ഓപ്ഷണലാണ്. ഞാൻ അത് ഒരു ഹെഡിങ് ഒക്കെ വെച്ചിട്ട് താഴേക്ക് ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ ഒരു ഔട്ട്പുട്ട് വരുമ്പം എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, പ്രോഗ്രാമറുടെ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്, നോർമൽ ക്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നത് കേട്ടോ. ഇപ്പം ഇവിടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്താണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം തന്നിരിക്കുന്നത്. നോക്കി, എംപ്ലോയിയുടെ ഇൻഫർമേഷൻസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ്, കുറെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ ഡീറ്റെയിൽസുകൾ നമുക്ക് വേണം അല്ലെ നമുക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എക്സാമിന് മിക്കപ്പോഴും തരും, ഇന്ന ഡീറ്റെയിൽസ് ഒക്കെ പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് തരും. അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഇവിടെ ഇവർ ID ഉണ്ട്, ഏജ് ഉണ്ട്, നെയിം ഉണ്ട്, അയാളുടെ സാലറി ഉണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ ഗെറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ട് ക്ലാസ് എൻഡ് ചെയ്തു. മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നപ്പോ നോക്കിക്കേ, എംപ്ലോയി 1 എംപ്ലോയി 2 എന്ന് പറഞ്ഞിട്ട് എന്താണ്, രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, അതായത് നമുക്ക് എത്ര എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് അത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് വിളിച്ചാൽ മതി, ഫംഗ്ഷനെ വിളിച്ചയച്ചാൽ മതി.
നമുക്കിങ്ങനെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര എംപ്ലോയി ഡീറ്റെയിൽസിനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അതാണ് ഇതും കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ അവർ സി ഔട്ടിനകത്ത് എൻ്റർ ഫസ്റ്റ് എംപ്ലോയി ബേസിക് ഇൻഫർമേഷൻ എന്നിട്ട് നമ്മുടെ എന്താ ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തു, എൻ്റർ സെക്കൻഡ് എംപ്ലോയി ബേസിക് ഇൻഫർമേഷൻ അതർ ഡോട്ട് ഗെറ്റ് ഡാറ്റ വിളിച്ചു. കണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. ഇതേണ്ട എംപ്ലോയി EMB എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരൊറ്റ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എന്താണ് സീൻ സി ഔട്ട് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഓക്കെ, ഇവിടെ ഞാൻ എന്താ കൊടുക്കാൻ വേണ്ടിട്ട് പോവാ? ഇവിടെ ഞാൻ ആദ്യമേ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. സി ഔട്ടിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം? എൻ്റർ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്ക് എന്തെല്ലാം കൂടെ കൊടുത്തേക്കാവേ. എന്തെല്ലാം കൂടെ കൊടുത്തു. പിന്നെ സി ഔട്ടിനകത്ത് എൻ്റർ. അപ്പം സെക്കൻഡ് എംപ്ലോയി ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നെക്സ്റ്റ് എന്താണ് എംപ്ലോയി ഡോട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ക്ലാസ് എംപ്ലോയി തന്നെ ആയതുകൊണ്ട് നമുക്ക് കോമ ഇട്ടിട്ട് എന്തിനെ വിളിക്കാം? നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ വിളിക്കാം കേട്ടോ. അപ്പൊ ഞാൻ EMB2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ ഇന്നലെ കോമ ഓപ്പറേറ്റർ കണ്ടപ്പോ കണ്ടായിരുന്നല്ലോ, സെയിം ആയിട്ടുള്ള എന്താ ഡേറ്റ ടൈപ്പോ അല്ലെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ഇവിടെ ഞാൻ EMB2 കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് EMB1 ഡോട്ട് ഗെറ്റ് ഡേറ്റ എന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സി ഔട്ടിനകത്ത് എൻ്റർ സെക്കൻഡ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. EMB2 അല്ലേ? 2 ഡോട്ട് ഗെറ്റ് ഡേറ്റ. ഓക്കെ, സെമിക്കോളം കൊടുത്തു. ഇനി എന്താണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണുമല്ലേ ചെയ്യേണ്ടത്. അപ്പം അതാണ് നെക്സ്റ്റ് നമുക്ക് വരേണ്ടത്. സി ഔട്ടിനകത്ത് ഫസ്റ്റ് EMB ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് വരിക, എൻ്ററില് സെമിക്കോളൻ. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റ് EMB1 ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുമ്പം സി ഔട്ടിനകത്ത് ഡബിൾ കോട്സിനകത്ത് സെക്കൻഡ് EMB ഇൻഫർമേഷൻ എൻ്ററില് സെമിക്കോളൻ EMB2 ഡോട്ട് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. സെമിക്കോളൻ. ഓക്കെ, സക്സസ് ആണ്. F9 നമുക്ക് റൺ ചെയ്യുന്നൊക്കെ കണ്ട. എൻ്റെ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് 1 കൊടുത്തു, അനു കൊടുത്തു. കണ്ട, എൻ്റെ സെക്കൻഡ് എംപ്ലോയി ഡീറ്റെയിൽസ് 2 കൊടുത്തു, എംപ്ലോയി നെയിം 3 കൊടുത്തു. ഡീറ്റെയിൽസ് പ്രിന്റ് ആയത് കണ്ടോ? ഇങ്ങനെ എത്ര എംപ്ലോയിയുടെ ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് കേട്ടോ.
ഇനി നെക്സ്റ്റ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ദി ക്ലാസ് ഡെഫിനിഷൻ ഉണ്ട്, ഔട്ട്സൈഡ് ദി ക്ലാസ് ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പൊ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്ത പ്രോഗ്രാമിനകത്ത് വോയിഡ് എന്താ ഗെറ്റ് ഡേറ്റ എന്ന് പിന്നെ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നോ? അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? മെമ്പർ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിനെ നമുക്ക് എവിടെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും? ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്യാനും പറ്റും, വേണമെങ്കിൽ ക്ലാസ്സിന് പുറത്ത് ഡിഫൈൻ ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയ. അപ്പൊ നമ്മളിപ്പോ കണ്ട പ്രോഗ്രാം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു മെമ്പർ ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്തിരുന്നത്? ക്ലാസ്സിനുള്ളിലല്ലേ, ഇൻസൈഡ് ദി ക്ലാസ് ഡെഫിനിഷൻ അല്ലേ കൊടുത്തിരുന്നത്? ആയിരുന്നോ? മെമ്പർ ഫംഗ്ഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. ഓക്കെ, അപ്പൊ ആദ്യമേ മെമ്പർ ഫംഗ്ഷൻ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെമ്പർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ബിലോങ്സ് ടു എ ക്ലാസ് ഇൻ C++. It is used to access and manipulate the data members or variables of that class. അപ്പൊ എന്താണ്? നമ്മുടെ ക്ലാസ്സിലെ വേരിയബിൾസിനെയോ ഡാറ്റ മെമ്പേഴ്സിനെയോ ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ആയിട്ട് മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ഹൗ ഒബ്ജക്ട് ഓഫ് എ ക്ലാസ് ബിഹേവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സിൻടാക്സ് നോക്കിക്കോ. ക്ലാസ്, ക്ലാസ് നെയിം, പബ്ലിക്, പിന്നെ നമ്മുടെ ഡാറ്റ മെമ്പേഴ്സ്, അതായത് ഇൻഡ് ഡാറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെമ്പർ ഫംഗ്ഷൻ കണ്ടോ? വോയിഡ് ഫംഗ്ഷൻ നെയിം, ഇതാണ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട്, ഈ ഒരു സിൻടാക്സ് വെച്ചിട്ട് നോക്കിക്കേ. ക്ലാസ്, അതായത് ഇതാണ് ക്ലാസ്, ആ ക്ലാസ് അവിടെ ഓപ്പൺ ചെയ്തു, ഇതാണ്ട് ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിനുള്ളിൽ തന്നെയല്ല ഈ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ ക്ലാസ്സിനുള്ളിൽ തന്നെ ഫംഗ്ഷൻ കൊടുത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസൈഡ് ദി മെമ്പർ ഫംഗ്ഷൻ അല്ലെ ഇൻസൈഡ് ദി ക്ലാസ് ഡെഫിനിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയല്ല നമുക്ക് ഔട്ട്സൈഡിലും, അതായത് മെമ്പർ ഫംഗ്ഷനെ ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ക്ലാസ്സിന് പുറത്ത് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻസൈഡ് ദി ക്ലാസ് ഡെഫിനിഷനെയാണ് ഈ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഔട്ട്സൈഡ് ദി ക്ലാസ് ഡിക്ലറേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രോഗ്രാം ആയിട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അതായത് നമ്മൾ ഓൾറെഡി ഇൻസൈഡ് ദി ക്ലാസ് ഡിക്ലറേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അതാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത്.
ഇനി ഔട്ട്സൈഡിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മെമ്പർ ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ ഈ സെയിം പ്രോഗ്രാമിനകത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പബ്ലിക് ആയിട്ട് ഇവിടെ ഞാൻ 2 ഫങ്ഷൻസ് കൊടുത്തു. വോയിഡ് ഗെറ്റ് ഡേറ്റ, അതായത് ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുകയാണ്, എന്റെ മെമ്പർ ഫംഗ്ഷൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിക്ലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മെമ്പർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നായിരിക്കും ഇതിനെ നമ്മൾ പറയുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് കൊടുത്തു, വോയിഡ് ഗെറ്റ് ഡേറ്റ കഴിഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, ഡിസ്പ്ലേ അല്ലേ, ഡിസ്പ്ലേ എന്ന് കൊടുത്തു, സെമിക്കോളൻ, എൻ്റർ അടിച്ചു, ക്ലോസ് ചെയ്തു. അപ്പൊ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, ക്ലാസ് ക്ലോസ് ചെയ്യുക, കണ്ടോ, അതായത് ക്ലാസ് ഓപ്പൺ ചെയ്ത് ക്ലാസ് ക്ലോസ് ചെയ്ത്. ഇപ്പൊ ക്ലാസ്സിനുള്ളിൽ എന്തേ ഉള്ളൂ, അതായത് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്, ശ്രദ്ധിച്ചോണം, ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ് ഓപ്പൺ ബ്രേസ് വെച്ചിട്ട് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ എംപ്ലോയിക്ക് വേണ്ട കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സ് കൊടുത്തു, ഇന്റ് ID ആൻഡ് ക്യാർ നെയിം. പിന്നെന്താണ്, 2 മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ വോയിഡ് ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ending with semicolon, void display എന്ന് പറയുന്ന ഫംഗ്ഷൻ ending with semicolon, ക്ലാസ് ക്ലോസ് ചെയ്തു, ക്ലോസിംഗ് ബ്രേസ് വിത്ത് സെമിക്കോളൻ. ഓക്കെ, അപ്പം ഇനി എന്താണ്, ഔട്ട്സൈഡിലേക്കാണ് നമ്മൾ എന്തിനെ ഡിഫൈൻ, ഇപ്പൊ ക്ലാസ് തീർന്നു, ക്ലാസ്സിന് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു, ക്ലാസ് അവിടെ എൻഡ് ആയി. അപ്പൊ ക്ലാസ്സിന് വെളിയിൽ എങ്ങനെയാണ് ഈ മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതാണ് ഇനിയും പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് വരുമ്പോഴേക്കും വോയിഡ്, അതായത് റിട്ടേൺ ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ വേണ്ടത്, നമ്മുടെ ക്ലാസ് നെയിം എന്താണ്, എംപ്ലോയി. പിന്നെ ഞാൻ പറഞ്ഞു യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്നാണ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. പിന്നെ എന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് ഡേറ്റ. അപ്പൊ വീണ്ടും ഞാൻ ഈ വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. എന്ത് മാത്രം കൊടുത്താൽ മതി, ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ മാത്രം വിളിച്ചേച്ചാൽ മതി. അപ്പൊ ഇവിടെ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ. അപ്പൊ അവിടെ സെമിക്കോളൻ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഓപ്പൺ ബ്രേസ് കൊടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണോ അതൊക്കെ പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും ഔട്ട്സൈഡ് ക്ലാസ് ഡെഫിനിഷൻ എന്ന് പറയുന്ന വരുന്ന മെമ്പർ ഫംഗ്ഷനെ ഔട്ട്സൈഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, ഒരു ക്ലാസിന്റെ പുറത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിന്റാക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ സിന്റാക്സ് വരുന്നത്, റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, നമ്മുടെ മെമ്പർ ഫംഗ്ഷൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് എന്താണ് കൊടുത്തിരിക്കുന്നത്, വോയിഡ് ആണ്, നമ്മുടെ ക്ലാസ് നെയിം എന്താണ്, എംപ്ലോയി ആണ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെന്താണ് കൊടുക്കേണ്ടത്, ഗെറ്റ് ഡേറ്റ ആണ് എന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ ആണ് ആദ്യമേ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ കൊടുത്തു. അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതേമാതിരി തന്നെ ഇനി നമ്മൾ എന്തിനെ വിളിക്കണം, നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ഫംഗ്ഷനും കൊടുക്കണം, വേണ്ടേ? അപ്പൊ അവിടെ കൊടുക്കാൻ പോവാണ്, വോയിഡ് എന്താണ് കൊടുക്കേണ്ടത്, എംപ്ലോയി. ഇത് തന്നെ സെയിം കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല, വോയിഡ് എംപ്ലോയി. എന്നിട്ട് എന്ത് കൊടുക്കുക, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഡിസ്പ്ലേ. കണ്ടോ, ഇതേമാതിരിയാണ് ഔട്ട്സൈഡ് ദി ക്ലാസ് വരുന്നത്. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എറർ വരുന്നത്. അപ്പൊ ഇതേണ്ട ഇവിടെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഞാൻ ആദ്യമേ ക്ലാസ്സിനുള്ളിൽ ചെയ്ത പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ട് ഇതേണ്ട ഇവിടെ ക്ലോസിംഗ് വിത്ത് സെമിക്കോളൻ ഉണ്ട്. അപ്പൊ അതൊക്കെ കളഞ്ഞോണം കേട്ടോ.
പറഞ്ഞില്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ എറർ കാണിക്കും. അപ്പൊ ഇപ്പോഴും നമുക്ക് നോക്കാം, റൺ ചെയ്യുമ്പോൾ എറർ ഉണ്ടോ നമുക്ക് നോക്കാവേ. അപ്പൊ ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. സക്സസ് ആണ്. എന്റെ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ ID കൊടുത്തു, നെയിം കൊടുത്തു, സെക്കൻഡ് എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തു, നെയിം കൊടുത്തു. അപ്പൊ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുള്ള കിട്ടിയോ? ഔട്ട്സൈഡ് ദി ക്ലാസ് ഡിക്ലറേഷനും ഇൻസൈഡ് ദി ക്ലാസ് ഡിക്ലറേഷൻ. അപ്പൊ നമ്മൾ ഇൻസൈഡ് ദി ക്ലാസ്സിൽ എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി കണ്ടു. ഈ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡിൽ, അതായത് ക്ലാസ്സിനുള്ളില് നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് ക്ലാസ്സിലേക്ക് വേണ്ട ആട്രിബ്യൂട്ടുകളെ, മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ആ ക്ലാസ് അവിടെ എൻഡ് ചെയ്തു. ക്ലാസ് അവിടെ എൻഡ് ചെയ്തു. ക്ലാസ് എൻഡ് ചെയ്ത് ക്ലാസ്സിന് പുറത്ത് വന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതിലേക്ക് വേണ്ട മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പം എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? റിട്ടേൺ ടൈപ്പ്, നമ്മുടെ ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, നമ്മുടെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ, മെമ്പർ ഫംഗ്ഷന്റെ നെയിം, എന്നിട്ട് ഓപ്പൺ ബ്രേസ്, അതിലേക്ക് വേണ്ട ഡേറ്റാസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതും ഇതേമാതിരി തന്നെ നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ മെയിൻ ഫംഗ്ഷനിൽ ഒന്നും ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പൊ അതാണ് ഔട്ട്സൈഡ് ദി ക്ലാസ് ഡിക്ലറേഷൻ എന്തിന്റെ വരുന്ന? മെമ്പർ ഫംഗ്ഷന്റെ വരുന്നത്. ക്ലിയർ ആണോ? യെസ് മിസ്. ആ മെയിൻ ഒന്ന് കാണിക്കാം, കുറച്ച് താഴത്തേക്ക് ആക്കാമോ? കാണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോണം കേട്ടോ, മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം.
നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പിന്നെ ഒരു ടോപ്പിക് തന്നിരിക്കുന്ന നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാമും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാവേ. ദി നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ. അപ്പൊ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ മീൻസ് കോളിംഗ് വൺ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ് ഫ്രം അനദർ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ദി സെയിം ക്ലാസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് വേറൊരു മെമ്പർ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിനെയാണ് നമ്മൾ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് സിൻടാക്സ് ഒക്കെ എഴുതി കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാവേ. നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കേസാണ് പഠിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷന്റെ പ്രോഗ്രാം ചെയ്യുക അങ്ങനെ ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി വരും. അപ്പൊ അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷന്റെ സിൻടാക്സ് വരുന്നത് ഞാനിപ്പോ ഇവിടെ സിൻടാക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം. ക്ലാസ് നെയിം പബ്ലിക് void function enter അടിച്ചു ഓപ്പൺ ബ്രേസ് ഫംഗ്ഷൻ കോൾ ചെയ്തു ക്ലോസ് ചെയ്തു enter അടിച്ചു void function 2 കോഡ് വന്നു ക്ലോസിംഗ് വിത്ത് സെമിക്കോളൻ. ഞാൻ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. Another member function. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറഞ്ഞ എന്താ? നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ മീൻസ് കോളിംഗ് വൺ മെമ്പർ ഫംഗ്ഷൻ ഓഫ് എ ക്ലാസ് ഫ്രം അനദർ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ദി സെയിം ക്ലാസ്. അതായത് ഒരു മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്ന അനദർ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിൻടാക്സ് കാണിച്ചിരിക്കുന്നു. ഇതുണ്ടോ? ക്ലാസ് നെയിം, അതിനകത്ത് എന്താണ്? രണ്ട് മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ 1 ഉണ്ട്, ഫംഗ്ഷൻ 2 ഉണ്ട്. അപ്പൊ ഈ വോയിഡ് ഫംഗ്ഷൻ 1-നകത്ത് നോക്കിയ ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ അവര് കോൾ ചെയ്തിരിക്കുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് വരുന്നത്? നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റ് നെയിമിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ക്ലാസ്സിൽ തന്നെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത് നടത്തുന്നത്. ക്ലാസ്സിന് പുറത്തേക്ക് വരുമ്പോഴാണ്, അതായത് മെയിൻ ഫംഗ്ഷനിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് സിൻടാക്സ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു പ്രോഗ്രാംസ് കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഒരേ ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ മറ്റൊരു ക്ലാസ്സിലെ ആ ക്ലാസ്സിലെ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇപ്പൊ ഇതാണ് സിൻടാക്സ്. ഞാനിത് മാറ്റുവാണ്, ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിട്ട് പോവാം. ഹാഷ് ഇൻക്ലൂഡ്
പിന്നെന്താണ് ക്ലാസ് നെയിമിന്റെ സ്ഥാനത്ത് നമുക്ക് സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. സ്റ്റുഡന്റിന്റെ ഒരു ക്ലാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്റ്റുഡന്റ് കൊടുത്തു. പിന്നെന്താണ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് വേണ്ട ആട്രിബ്യൂട്ടുകളെ എല്ലാം ആദ്യമേ കൊടുക്കുക. അപ്പം ഇന്റ് ഞാൻ മാർക്ക് M1, M2. അപ്പം ഇത് രണ്ടും ഇന്റീജർ ആയതുകൊണ്ടാണ് ഞാൻ കോമ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു, സെമിക്കോളം വെച്ചിട്ട് പിന്നെ പബ്ലിക് ആയിട്ട് എന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്, ഗെറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഗെറ്റ്, അതായത് ഈ ഫംഗ്ഷന്റെ നെയിം ഒക്കെ എന്താണ് നമ്മൾ തന്നെ കൊടുക്കുന്നത് കേട്ടോ. അതായത് റിട്ടേൺ ടൈപ്പ് അതിന് കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ നെയിം. അപ്പൊ ഗെറ്റ് മാർക്ക്, മാർക്കിന്റെ ഒരു പ്രോഗ്രാം ആണ്, സ്റ്റുഡന്റിന്റെ മാർക്കാണ്, അതുകൊണ്ട് ഗെറ്റ് മാർക്ക് എന്നതിന് പേര് കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തു, ഗെറ്റ് മാർക്ക് കൊടുത്തു. പിന്നെന്താണ്, നമുക്ക് അതിന്റെ കോഡ് കൊടുക്കണം. കോഡ് കൊടുക്കുമ്പോ ആദ്യം എന്താണ്, സി ഔട്ടിനകത്ത് enter marks in two subjects. enter marks in two subject എന്ന് പറഞ്ഞു കൊടുത്തു. സെമിക്കോളം വെച്ചിട്ട് ലൈൻ എൻഡ് ചെയ്തു. പിന്നെന്താണ്, ടു സബ്ജക്റ്റിന് മാർക്ക് എൻറ്റർ ചെയ്യാനാണ്. സീന് വെച്ചിട്ട് നമ്മൾ എന്താണ് അതിനെ സ്റ്റോർ ചെയ്യുക. അപ്പം ഞാൻ M1 കൊടുത്തു, M2 കൊടുത്തു. ഓക്കെ, അപ്പം ആ ലൈൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാ, ഇനി ഇതാണ്ട് ഇവിടെ കോളിംഗ് അനദർ മെമ്പർ ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നെക്സ്റ്റ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഫംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് ഡിസ്പ്ലേ ടോട്ടൽ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഡിസ്പ്ലേ ടോട്ടൽ. അപ്പം അതിനെ ഞാൻ ഇവിടെ കോൾ ചെയ്യാൻ പോവാണ്. ഡിസ്പ്ലേ ടോട്ടൽ, ആ ഫംഗ്ഷനെ ഞാൻ ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഫംഗ്ഷനെ കോൾ ചെയ്തു. പക്ഷെ ഫംഗ്ഷന്റെ കോഡ് ഞാൻ ആ നെക്സ്റ്റ് എന്താ ഫംഗ്ഷനകത്താണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ കോഡ് വരുമ്പം ഇന്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുത്തു. പിന്നെ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു കൊടുക്കുക, M1 പ്ലസ് M2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ്, സി ഔട്ടിനകത്ത് നമുക്കിത് പ്രിന്റ് ചെയ്ത് കാണണ്ടേ, ടോട്ടൽ മാർക്സ് പ്രിന്റ് ചെയ്ത് കാണണം. ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ മാർക്സിന്റെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾ ടോട്ടൽ എന്നാണ്, അത് പറഞ്ഞു കൊടുത്തു. എൻഡ്. ഓക്കെ, അത് സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോവാം, മെയിൻ ഫംഗ്ഷനിലേക്ക് പോവാം. അതായത് ഇത്രയും കൊണ്ട് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം, മെയിൻ ഫംഗ്ഷൻ വേണം. അപ്പൊ വോയിഡ് മെയിനിലേക്ക് നമ്മൾ വന്നു. വോയിഡ് മെയിനിൽ വന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടേ, നമ്മുടെ ക്ലാസിന്റെ പേരെന്താണ്, സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് S1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ക്ലാസ്സിന് അതിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ സ്റ്റുഡന്റ് ആണ് നമ്മുടെ ക്ലാസ്, അതിന് S1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്തു. അപ്പം ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേഷൻ കഴിഞ്ഞിട്ട് ക്ലിയർ സ്ക്രീൻ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വിളിക്കുക, അതായത് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതിനെ ഇവിടെ എന്ത് ചെയ്തേച്ചാൽ മതി, കോൾ ചെയ്യുക. എങ്ങനെ കോൾ ചെയ്യാം, നമ്മുടെ S1 ഡോട്ട് ഗെറ്റ് മാർക്ക് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഇവിടെ കോൾ ചെയ്തു. പിന്നെ സെമിക്കോളം കൊടുക്കുക, ഗെറ്റ് CH കൊടുക്കുക, സെമിക്കോളം വെച്ചിട്ട് എൻഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യട്ടെ. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് റൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, എന്നിട്ട് ഞാൻ എക്സിക്യൂഷൻ പറഞ്ഞു തരാം.
സ്പെൻഡർ മാർക്സ് ഇൻ 2 സബ്ജക്റ്റ് പറഞ്ഞു കൊടുത്തു. ടോട്ടൽ മാർക്ക് 79 എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നുമില്ല, നമ്മളൊരു ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്, അതിനകത്ത് 2 വേരിയബിൾസ്, സ്റ്റുഡന്റിന്റെ മാർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. പിന്നെ 2 ഫംഗ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. ഗെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഗെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്താ ചെയ്തത്? എനിക്ക് വേണ്ട മാർക്കുകൾ, സബ്ജക്റ്റിന്റെ മാർക്കുകൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അത് കൂടാതെ ആ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഫംഗ്ഷൻ, അതായത് ആ ടോട്ടൽ നമുക്ക് കാൽക്കുലേഷൻ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനെ ഞാൻ എവിടെ തന്നെ വിളിച്ചു? ഈ ഗെറ്റ് മാർക്കിനകത്ത് വിളിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനെ, അതായത് ഒരു മെമ്പർ ഫംഗ്ഷനെ മറ്റൊരു മെമ്പർ ഫംഗ്ഷനിൽ നമ്മൾ കോൾ ചെയ്യുവാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആണ് നെസ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്. ഇവിടെ നമ്മൾ വിളിച്ചു ഡിസ്പ്ലേ ടോട്ടൽ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് എന്താണ്? ക്ലോസ് ചെയ്തു. പിന്നെ ആ വോയിഡ് ഡിസ്പ്ലേ ടോട്ടലിനകത്ത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ ലോജിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്തു. ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസിന്റെ നെയിം എന്താണോ അത് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്താണ്? S1 ഡോട്ട്, ക്ലാസ്സിന് ഞാൻ കൊടുത്ത പേര് S1 എന്നാണ്. അതർ ഡോട്ട് എന്ത് കൊടുക്കുക? എന്റെ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ എന്റെ ഫംഗ്ഷൻ ഗെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത്, ആ ഗെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? മാർക്ക് എൻ്റർ ചെയ്യാനുള്ളത് കൊണ്ട്, അത് കൂടാതെ എന്തിന്റെ കാര്യം കൂടെ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ആ ഡിസ്പ്ലേ ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഡിസ്പ്ലേ ടോട്ടലിലേക്ക് എന്ത് പൊക്കോളും? നമ്മുടെ കൺട്രോൾ കർസർ പൊക്കോളും. അപ്പൊ അതിന്റെ എക്സിക്യൂഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നുള്ളൂ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ നെക്സ്റ്റിംഗ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോഡ് റീയൂസബിലിറ്റി, റീഡബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു കേസ് വരുന്നത്, നിങ്ങൾ സി പഠിച്ചപ്പോ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇനി വരുന്നത്. ഇതുണ്ട്, പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെന്റ്. പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ആർഗ്യുമെന്റുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ആർഗ്യുമെന്റുകൾ പാസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആൻ ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാനൊരു പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാവേ. അപ്പൊ പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആൻ ആർഗ്യുമെന്റിന് ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, വി ക്യാൻ പാസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ആസ് ആൻ ആർഗ്യുമെന്റ് ടു എ ഫംഗ്ഷൻ. എന്താണ് നമ്മൾ പാസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ആസ് ആൻ എന്തായിട്ട് കൊടുക്കുവാണ്? ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എവിടെ പാസ് ചെയ്യുന്നു? ഫംഗ്ഷൻ അകത്ത് നമ്മൾ
പാസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആൻ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ട് രീതിക്കാണ് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനകത്ത് ഒന്നാണ് പാസ് ബൈ വാല്യൂ, സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് പാസ് ബൈ റെഫറൻസ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ പാസ് ബൈ വാല്യൂവിന്റെ ഒരെണ്ണം നമുക്ക് നോക്കാം. എന്ത് പ്രോഗ്രാം ആണ് ചെയ്യുന്നതെന്നാണ് ആ മെയിലിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഹാഷ് ഇൻക്ലൂഡ് iostream.h ഹാഷ് ഇൻക്ലൂഡ് conio.h പിന്നെന്താണ് ക്ലാസ് സാമ്പിൾ എന്നാണ് ക്ലാസ്സിന് ഞാൻ നെയിം ചെയ്തേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇന്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് പബ്ലിക് ആയിട്ട് ഒരു ആക്സസ് സ്പെസിഫയറിനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, void set data എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ ആ സെറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ കൊടുത്തു. അതിനകത്ത് ഞാൻ ഇന്റ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റിനെ കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതേമാതിരിയൊക്കെ നിങ്ങൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സിക്കകത്ത് പഠിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതും അതിന്റെ കോളും ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റ് എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആർഗ്യുമെന്റിനെ പാസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ എന്താണ് ആ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു കൊടുത്തു, എ ആക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ എന്റെ എന്ത് കഴിഞ്ഞു, ആ ഫംഗ്ഷൻ ഞാൻ അവിടെ എൻഡ് ചെയ്തു. ഇനി എന്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ void ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ അവിടെ കൊടുത്തു. അതിനുള്ളിൽ ഞാൻ കൊടുക്കുന്ന നോക്കിക്കേ, സാമ്പിൾ. എന്താണ് കൊടുക്കുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, എന്റെ ക്ലാസ് നെയിം. സാമ്പിൾ ക്ലാസ് നെയിം വിത്ത് ഞാൻ എന്ത് ചെയ്തു, അതിനൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പാസിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഞാനതവിടെ എഴുതി വെച്ചേക്കാം, ഒബ്ജക്റ്റ് പാസ്ഡ് ആസ് ആർഗ്യുമെന്റ്. ഒബ്ജക്റ്റ് പാസ്ഡ് ആസ് ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാം തീർന്നല്ല കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി എങ്ങനെയാണ്, സി ഔട്ടിനകത്ത് നമ്മൾ കൊടുക്കുവാണ്, ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ദ വാല്യൂ ഓഫ് എക്സ് ഇൻ പാസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതാ വാല്യൂ ഓഫ് എക്സ് ഇൻ പാസ്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമ്മളിവിടെ കോൾ ചെയ്യണം, എങ്ങനെ കോൾ ചെയ്യണം, അതിന്റെ ഒബ്ജക്റ്റ്, അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ്, നമ്മുടെ സാമ്പിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എസ് ആണ്. അതോ ഡോട്ട് എന്താണ് വിളിക്കേണ്ടത്, എക്സ് വിളിച്ചു. പിന്നെ എൻഡ് എൽ സെമികോളൻ കൊടുക്കുക. ക്ലാസ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക, ക്ലാസ് ക്ലോസ് ചെയ്യുക വിത്ത് സെമികോളൻ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ, ഇനി നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമ്മൾ എങ്ങോട്ടേക്ക് വരിക, മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ വന്നു. അപ്പൊ മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ, എന്റെ ക്ലാസ് സാമ്പിൾ ആണ്, അതിന് ഞാൻ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. obj1 obj2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ CLR SCR ക്ലിയർ സ്ക്രീൻ കൊടുത്തു. പിന്നെന്താണ്, പിന്നെ obj1 ഡോട്ട് എന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്, സെറ്റ് ഡേറ്റ. അപ്പൊ ഈ സെറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്ത് പാസ് ചെയ്തിട്ടുണ്ട്, ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, ഒരു ആർഗ്യുമെന്റിനെ കൂടെ ഞാൻ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താണ്, അതൊരു ഇന്റീജർ വാല്യൂ ആണ്, ഒരു ഇന്റീജർ ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ട് സെറ്റ് ഡേറ്റയ്ക്ക് ഞാൻ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഞാൻ അവിടെ
പാസ് ചെയ്തു. ഇനി ഒബിജെ 2 ഡോട്ട് സെറ്റ് ഡേറ്റ, അതിനകത്ത് ഞാനൊരു വാല്യൂ പാസ് ചെയ്തു, അതായത് ഒരു ആർഗ്യുമെന്റ് കൊടുത്തു. ഇനി എന്താണ് ഒബിജെ 1 ഡോട്ട് എന്ത് വിളിക്കുക, ഡിസ്പ്ലേ. ഒബിജെ 1 ഡോട്ട് ഡിസ്പ്ലേ കൊടുക്കുമ്പോ എന്തിനെ വേണം വിളിക്കാന്, എന്റെ ഒബ്ജക്റ്റ് 2, അതിനകത്താണ് എന്തുള്ള സാമ്പിൾ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടില്ലേ അത്. അതായത് ഒബിജെ 2 ഞാൻ അവിടെ വിളിച്ചു. അപ്പൊ ഒബിജെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാസിംഗ് ഒബ്ജക്ട് 2 ടു ഒബ്ജക്ട് 1 ഫംഗ്ഷൻ. അതല്ല അവിടെ സംഭവിക്കുന്നത്. എന്താ ചെയ്യുന്നത്, ഈ ഒബ്ജക്ട് 2 അതായത് പാസിംഗ് ഒബ്ജക്ട് 2 ടു എങ്ങോട്ടേക്ക് പാസ് ചെയ്യുവാണ്, ഒബ്ജക്ട് 1 പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പാസിംഗ് ഒബ്ജക്ട് ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ ഞാൻ എഴുതി വെച്ചേക്കാം, പാസിംഗ് ഒബിജെ 2 ടു ഒബിജെ 1 ഫംഗ്ഷൻ. ഒബിജെ 1 ഫംഗ്ഷൻ. ഇനി എന്താണ്, ഗെറ്റ് CH കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്യണം. ഓക്കെ, സക്സസ്ഫുൾ ആണ്. ഇതിന്റെ നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോ എന്തെന്നാ വരുന്നത്, ഈ ഒരു ഒബിജെ 1 ഡോട്ട് ഡിസ്പ്ലേ, അതായത് നമ്മൾ ഒബിജെ 1 സെറ്റ് ഡേറ്റയ്ക്കകത്ത് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഒബിജെ 2 സെറ്റ് ഡേറ്റയ്ക്കകത്ത് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഒബിജെ 1 ഡോട്ട് ഡിസ്പ്ലേ ഓഫ് എന്താ കൊടുക്കുന്നത്, ഒബിജെ 2, വിച്ച് മീൻസ് എന്താണ്, പാസിംഗ് ഒബ്ജക്ട് 2 ടു ഒബ്ജക്ട് 1 ഫംഗ്ഷൻ. അപ്പൊ എന്താ അവിടെ വാല്യൂ വരുന്നത്, ഒബ്ജക്ട് 2 വാല്യൂ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക, ഡിസ്പ്ലേ ചെയ്തിട്ട് കിട്ടുക. ഒബ്ജക്ട് 2 വാല്യൂ എന്താണ്, 20 ആണ്. നമുക്ക് നോക്കാം അതാണ് വരുന്നതെന്ന്. കണ്ടോ, വാല്യൂ ഓഫ് എക്സ് ഇൻ പാസ്ഡ് ഒബ്ജക്റ്റ് എന്താണ് 20 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതാണ് പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായിട്ട് പാസ് ചെയ്യാണ്, ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ, കാരണം ഈ പാസ് ബൈ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പാസ് ബൈ വാല്യൂവിനകത്ത് ഓൾറെഡി നമ്മുടെ മെമ്മറിയിൽ ഇപ്പൊ ഒരു വാല്യൂ 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി ആയിട്ടാണ് നമുക്ക് ഇവിടെ ഈ വാല്യൂ 20 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് കേട്ടോ. ആ ഒറിജിനൽ വാല്യൂവിനെ എടുക്കുന്നില്ല, ഓൾറെഡി ഉള്ള വാല്യൂവിന്റെ കോപ്പി ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ വാല്യൂ നമുക്ക് പാസ് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പൊ അതാണ് ഈ പാസ് ബൈ വാല്യൂവിനകത്ത് നടക്കുന്നത്. അപ്പം അങ്ങനെ ആ വാല്യൂവിനെ നമുക്ക് പാസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ s.x, അതായത് നമ്മൾ ഈ എന്തിനെ ഇതിനകത്ത് പാസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് അല്ല ആർഗ്യുമെന്റ് ആയിട്ട് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെമ്മറിയിലുള്ള ആ വാല്യൂവിന്റെ കോപ്പി ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. എന്തിനകത്ത്, പാസ് ബൈ വാല്യൂവിന്റെ കേസിൽ. അതായത് ഇഫ് ദ പാസ് ബൈ വാല്യൂ ചേഞ്ചസ് ഇൻസൈഡ് ദി ഫംഗ്ഷൻ ഡസ് നോട്ട് അഫക്ട് ദ ഒറിജിനൽ ഒബ്ജക്റ്റ്.
അതായത് പാസ് ബൈ വാല്യൂവിന്റെ കേസിനകത്തോടെ ഫംഗ്ഷൻ ഉള്ളിലായിരിക്കും അതിന്റെ ചേഞ്ചുകൾ വരുന്ന, ഒറിജിനൽ ഫംഗ്ഷനെ അവിടെ അഫക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഒറിജിനൽ ഫംഗ്ഷനകത്ത് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതിന്റെ കോപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ പാസ് ബൈ വാല്യൂ പോലെ നെക്സ്റ്റ് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് പാസ് ബൈ റെഫറൻസ് ആണ്. അപ്പൊ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ ആംബർസെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്തോണേ, എന്നിട്ട് വേണം. ഇത് പാസ് ബൈ വാല്യൂവിന്റെ കേസാണ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന പാസ് ബൈ റെഫറൻസിന്റെ കേസാണ്. അപ്പൊ വ്യത്യാസം വരുന്നത് ഇതാണ്ട് ഈ ഒരു പോർഷനിലാണ്, അതായത് വോയിഡ് ഡിസ്പ്ലേന്ന് പോട്ടെ, വോയിഡ് ഇത് ഈ ഒരു കേസിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കോപ്പിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിന്റെ കോപ്പി അല്ല, നമ്മുടെ വാല്യൂവിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് മെമ്മറിയിൽ നിന്ന് ഓൾറെഡി മെമ്മറിയിലുള്ള അതിന്റെ വാല്യൂവിന്റെ കോപ്പിയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കിട്ടുന്നത്. അതായത് ഇന്റേണലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ കാണുമ്പോൾ വാല്യൂ കാണുന്നതേ ഉള്ളൂ, പക്ഷെ ഇന്റേണലി എന്താണ്, കുറച്ച് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓൾറെഡി ഉള്ള വാല്യൂവിനെ എടുത്തുകൊണ്ടുവന്നതിന്റെ കോപ്പിയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണുന്നത്. ഇനി അപ്പൊ നമ്മുടെ പാസ് ബൈ റെഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ പാസ് ബൈ റെഫറൻസ് വരുമ്പം വരുന്ന ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്റെ ഈ ക്ലാസ് നെയിം, അതായത് ഇവിടെ ഈ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ക്ലാസ് നെയിം. വോയിഡ് ഡിസ്പ്ലേക്കകത്താണ് അതിനെ ഞാൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സാമ്പിൾ എസിനകത്ത് റെഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്, ആംബേഴ്സെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പം ആംബേഴ്സൻ എസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ആംബേഴ്സൻ എസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആംബേഴ്സെന്റ് എസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മെമ്മറിയിൽ, അതായത് മെമ്മറിയിൽ ഓൾറെഡി ഒരു വാല്യൂ ഇതേണ്ട ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ഈ ഒബിജെ ഡോട്ട് സെറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ മെമ്മറിയിലേക്ക് എന്ത് സ്റ്റോർ ആയിട്ടുണ്ട്, ആ 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പൊ ആ കറസ്പോണ്ടിങ് വാല്യൂവിനെ നമുക്ക് അങ്ങനെ തന്നെ ഗെറ്റ് ചെയ്തിട്ട് കിട്ടുവാണ് ചെയ്യുന്നത്. അവിടെ ഒരു കോപ്പി ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, മെമ്മറിയിൽ പോയി തന്നെ നമുക്ക് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. പക്ഷെ തൊട്ട് മുന്നത്തെ പാസ് ബൈ വാല്യൂവിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറിയിലുള്ള വാല്യൂവിന്റെ കോപ്പിയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കിട്ടുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞത് മതി, ഇന്റേണലി നടക്കുന്ന പ്രോസസ് ആണ്, നമ്മൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇന്റേണലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആംബേഴ്സന്റ് എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേച്ചാൽ മതി. അതായത് നിങ്ങൾ എന്താ സി പഠിച്ചപ്പം സ്കാനഫിനകത്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ആംബേഴ്സന്റ് ഓപ്പറേറ്റർ പെർസെന്റേജ് ഡി ആംബേഴ്സന്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലായിരുന്നു കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മെമ്മറിയിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനല്ലായിരുന്നോ? ആ മെമ്മറിയിൽ നിന്ന് നിങ്ങൾ വാല്യൂസ് എടുക്കാനല്ല, അതിലേക്ക് പോയിന്റ് ചെയ്യാനൊക്കെയാണ് നിങ്ങൾ പോയിന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചത്. അപ്പൊ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പാസ് ബൈ റെഫറൻസിനകത്ത് എന്ത് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പോയിന്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഈ ആംബേഴ്സൺ ഓപ്പറേറ്ററിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താവും, ആംബേഴ്സൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ഒബ്ജക്ട് പാസ്ഡ് ബൈ എന്താ, ഒബ്ജക്ട് പാസ്ഡ് ബൈ റെഫറൻസ്. അല്ലാതെ വേറെ വ്യത്യാസം ഒന്നും ഇതിനകത്ത് വരത്തില്ല.
ഉണ്ടോ വാല്യൂ 20 എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ ആകെ വന്ന വ്യത്യാസം എന്താണ്? തൊട്ട് മുന്നേ ചെയ്ത കേസിനകത്ത് സാമ്പിൾ എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, സെക്കൻഡ് കേസിൽ സാമ്പിൾ ആംബേഴ്സെന്റ് എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ആംബേഴ്സെന്റ് എസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? റെഫറൻസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അവിടെ എന്താണ്? മെമ്മറി വേസ്റ്റേജ് ഒന്നും ഉണ്ടാവുന്നില്ല, ഡയറക്റ്റ് മെമ്മറിയിലെ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പാസ് ബൈ വാല്യൂന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂവിന്റെ ഒരു കോപ്പി റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ മെമ്മറി വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് കൺസെപ്റ്റ് ആണ് പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ആ ഒരു മെമ്പർ ഫംഗ്ഷനകത്ത് വന്നിരിക്കുന്നത് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ളത്. അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു പോകാം. പ്രോഗ്രാം ഞാൻ നാളെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പ്രോഗ്രാമും കൂടെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് പ്രോഗ്രാം എന്താ അല്ല ഫ്രണ്ട് ഫംഗ്ഷൻ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. അതായത് നമ്മള് ഇത്ര നേരം പറഞ്ഞപ്പോ ആക്സസ് സ്പെസിഫയേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ആക്സസ് സ്പെസിഫയറിനെ പറ്റി പറഞ്ഞപ്പം പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സോ അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ നമ്മുടെ ആട്രിബ്യൂട്ട്സോ ഒക്കെ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത്, അതായത് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലേക്ക് വരുമ്പോഴോ ആക്സസബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ആക്സസബിലിറ്റി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് വേറൊരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ആക്സസബിലിറ്റി കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ? അവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫ്രണ്ട് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് എഴുതണം, അതിന്റെ സിന്റാക്സ് വേണം, വിത്ത് എക്സാമ്പിൾ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ നോക്കിക്കോ. എ ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് എ നോൺ മെമ്പർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് അലൗഡ് ടു ആക്സസ് പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്. അതായത് ഒരു ക്ലാസ്സിലുള്ള പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനുള്ള ആക്സസബിലിറ്റി അലോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എന്ത്? ഫ്രണ്ട്, FRIEND, ഫ്രണ്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു റിയൽ ലൈഫ് അനലോഗി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളതിന്റെ ഒരു എന്താ സിമ്പിൾ മീനിങ് പോയിട്ട് ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. Imagine a friend who is not a member of your family but has a special permission to enter your house. Similarly, friend function is not a member of a class but has a special access to its private data. എന്താ നമ്മളൊരു സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കുക ഒരു ഡാറ്റാനെ നമ്മുടെ ആ ഒരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ പെർമിഷൻ നമുക്കൊരു പ്രൈവറ്റ് മെമ്പറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫ്രണ്ട് ഫംഗ്ഷന്റെ സിന്റാക്സ് നോക്കിക്കേ. ഫ്രണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ടോ? ഫ്രണ്ട്, പിന്നെ വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ്, പിന്നെ നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രോഗ്രാം ഞാൻ നാളെ ചെയ്ത് കാണിക്കാം കേട്ടോ.
അത്രയാണ് ഫ്രണ്ട് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോഗ്രാമും അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് നാളെ നോക്കാം. അപ്പം ഇതുവരെയുള്ള ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ പ്രോഗ്രാം പഠിപ്പിച്ചതൊക്കെ നോക്കി ഇട്ട് വേണം നാളെ ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി ഈ ഒരു ക്ലാസ് കൺസെപ്റ്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പം ആ ഒരു ക്ലാസ് കൺസെപ്റ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും പോവാൻ. നിങ്ങൾ നാളെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇന്നത്തെ ആ ഒരു ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നാളെ ക്ലാസ്സിൽ വരാം. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു തരാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് നാളത്തെ ക്ലാസ്സിൽ വരെ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാവേ. അപ്പൊ നാളെ ഞാൻ ഇതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ എടുത്തു തരാം കേട്ടോ. പ്രോഗ്രാം നാളെ ചെയ്ത് കാണിക്കാവേ. ഇന്നത്തേന് മതി. താങ്ക് യു കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു.